മക്കളുടെ സ്കൂള് തുറക്കാറായില്ലേ? കുറച്ച് ദിവസം കഴിഞ്ഞ തുറക്കും. ആ, അച്ഛനെവിടെ മോളെ? അച്ഛനും കൊച്ചനും മാറി മാറി അച്ഛമ്മയോട് നിൽക്കുന്നത്. എന്ത് പറ്റി മോളെ നിന്റെ കയ്യില്? ഓ, അതൊന്നുമില്ല, ചെറിയൊരു മുറിവ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടി? പ്രശ്നോ? എന്ത് പ്രശ്നം? മോള് പറഞ്ഞു മോഹനനും പ്രകാശനും മാറി മാറിയാണ് യശോദാമ്മയുടെ അടുത്ത് നിൽക്കുന്നതെന്ന്. നീ എന്താ പോയി നിൽക്കാത്ത? അത് പ്രശ്നം കൊണ്ടൊന്നല്ല, വാണിയമ്മേന്റെ വീട്ടില് കുഞ്ഞുവാവയുണ്ട്. സത്യാണോടി? എന്നിട്ട് നീ എന്തായാലും പറയാതിരുന്നത്? ഞാൻ അമ്മയോട് പറയാനിരുന്നതാ. നിന്നെ താഴെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. വാണിയമ്മക്ക് മാത്രമല്ല, എന്റെ അമ്മയ്ക്കും വയറ്റില് കുഞ്ഞുവാവയുണ്ട്. ആഹാ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കളിപ്പിക്കാൻ കുറെ കുഞ്ഞുവാവകള് കിട്ടുമല്ലോ. ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുക. ചെക്കപ്പൊക്കെ കറക്റ്റായിട്ട് നടത്തുന്നുണ്ടോ മോളെ? ആ, ഉണ്ടമ്മേ. മാളു, ദേവു, മക്കള് ചെന്ന് താഴെ ചെന്ന് കളിക്ക്. ചെല്ല്. അച്ഛൻ വന്നില്ലേ അമ്മേ? വരണമെന്ന് വിചാരിച്ച് പുള്ളിക്കാരനെ ഒരുങ്ങിയതാ. ഞാൻ പിന്നെ വരണ്ടാന്ന് പറഞ്ഞു. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. യശോദാമ്മയെ കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ചായിട്ടൊന്നും പറഞ്ഞില്ല. അമ്മ എപ്പോഴാ പോകുന്നേ? അതെന്തൊരു ചോദ്യാടി, ഞാനിപ്പോ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അമ്മ 1-2 ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? തീരുമാനിച്ചില്ല. ഇനി എന്തോന്ന് തീരുമാനിക്കാൻ? നിക്കമ്മ. അഞ്ചുമോക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞു. ഇവിടുത്തെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, സ്വന്തം മോന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കൊടുക്കണമെന്ന്. മനസ്സിലായില്ല? അതൊന്നും ഇല്ലമ്മ, ഇവക്ക് ഇത് തന്നെ പണി. അഞ്ജു, നീ താഴേക്ക് പോയേ. അമ്മ യാത്ര കഴിഞ്ഞു വന്നല്ലേ, റെസ്റ്റ് എടുക്കട്ടെ. എന്നെ പറഞ്ഞു വിടാൻ എന്താ ഒരു ധൃതി? അത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. നിനക്കെന്താണ് ഞങ്ങളെ പറഞ്ഞുവിടാൻ ഇത്രയ്ക്ക് ധൃതി? എന്താ ഏട്ടത്തി ഇത്ര ധൃതി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല, നീ ഒന്ന് പോയേ. മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദാ ജനിക്കുന്ന കുഞ്ഞിനായിരിക്കും ഇതിന്റെ പ്രശ്നം. ദേ അവളെ നോക്കിക്കേ, എന്ത് സമാധാനമായിട്ട് അവള് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് ഒളിക്കാനും മറിക്കാനൊന്നും ഇല്ലല്ലോ അമ്മ. അപ്പൊ സമാധാനായിട്ട് സംസാരിക്കാൻ പറ്റും. ആവണി, നിനക്കെന്തെങ്കിലും ഒളിക്കാനും മറിക്കാനും ഉണ്ടോ? എനിക്കൊന്നും ഒളിക്കാനും മറിക്കാനൊന്നും ഇല്ലമ്മ. അമ്മ റെസ്റ്റ് എടുക്ക്. നീ വന്നേ അഞ്ജു. അമ്മ പിന്നെ കാണാം. പണ്ടത്തെ പോലെ തന്നെ അവക്ക് ഒരു മാറ്റവും ഇല്ല. ആ വാശിയും ദേഷ്യവും ഒക്കെ അങ്ങനെ തന്നെ. എന്താണ് നിനക്കിത് എന്തിന്റെ കേടാടി? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറയുമ്പോ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ടെൻഷനില്ലേ, അത് കാണുമ്പോ എനിക്കുണ്ടാകുന്ന സന്തോഷം, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർത്താ പോരെ? എന്തിനാ വെറുതെ എന്റെ അമ്മ അതിൽ വലിച്ചിരുന്നത്? ആണോ? എന്റെ അമ്മയെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? എന്റെ അമ്മയെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ? നിന്റെ അമ്മ എന്നോട് ചെയ്തൊക്കെ നീ മറന്നോടി? ചെയ്തതിന് തിരിച്ചു ചെയ്തു, അത്രേ ഉള്ളൂ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ചെയ്തതിനൊക്കെ ഞാനും തിരിച്ചു ചെയ്യും. എന്റെ അമ്മ ഇവിടുന്ന് വിഷമത്തോടെയാണ് പോയതെങ്കിൽ നിങ്ങളുടെ അമ്മ കരഞ്ഞോണ്ടിറങ്ങും. നിങ്ങൾ നോക്കിക്കോ. നീ എന്തേലൊക്കെ ചെയ്. അമ്മ വന്നോണ്ട് നീ ഒന്നും ഒപ്പിക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ കരുതിയിരുന്നോളാം. വൈകുന്നേരം വരെ നിങ്ങൾ അമ്മയുടെ മുമ്പിൽ ഹാപ്പിയാണെന്ന് അഭിനയിച്ചു കാണിക്കും. പക്ഷേ രാത്രിയാവുമ്പോഴോ മോഹനേട്ടനും നിങ്ങളും 2 റൂമിൽ കിടക്കുന്നത് കാണുമ്പോ അമ്മ ചോദിക്കില്ലേ, അപ്പൊ എന്ത് പറയും? നിങ്ങൾ കള്ളം പറയായിരിക്കും, പക്ഷെ മോഹനേട്ടൻ സത്യം പറയില്ലേ? ആലോചിച്ച് നോക്കാവണി.
നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല അല്ലേ? ആലോചിക്ക്. ഇത് ആലോചിച്ചിട്ട് പരിഹാരം കണ്ടെത്തുമ്പോഴേക്കും ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. ഇന്ന് എന്റെ ദിവസമാണ് ആവണി. അല്ല, ഏട്ടത്തി. ശരി എന്നാട്ടോ. അവൾക്കിവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ വീണ്ടും ഒരു മുത്തശ്ശനാവാൻ പോവുക. ഇത് കേട്ട സന്തോഷത്തിൽ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. മരുന്ന് കഴിച്ച് അവിടെ സുഖമായിട്ടിരിക്കും. അതാ ആവണിമോള് വന്ന് ഞാൻ കൊടുക്കാം. അച്ഛാ, സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അതെ, അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. മോനേട്ടൻ എത്താറായി. ഞാനങ്ങോട്ട് ഇറങ്ങാം അച്ഛാ. ശരിയാ. കുറച്ചു നേരമായി മോഹന. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. ഒരുപാട് സന്തോഷമായി. മോഹനുള്ളപ്പോ പിന്നെ ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. അതെ, അമ്മ പറഞ്ഞത് വളരെ ശരിയാണ് അല്ലേ ആവണി? ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞോ ആവണി? വേറെന്ത് വിശേഷം? എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മ താങ്ങൂലായിരിക്കും. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പറയാനിരിക്കുകയായിരിക്കും അല്ലേ ആവണി? വേറെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറ മോളെ. ഉണ്ടെങ്കിൽ പറ, അമ്മ ചോദിക്കണ കേട്ടില്ലേ? വേറെ വിശേഷമൊന്നും ഇല്ലമ്മ. ആവണി വേറെ വിശേഷം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വിശേഷം ഉണ്ടാവില്ല അല്ലേ ആവണി? അല്ലമ്മ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും രാത്രി ഇറങ്ങി നടക്കുന്ന സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ ആവണി? എൻ്റെ അറിവിലില്ല. എന്താ മോഹന? ഒന്നുമില്ല, വെറുതെ അറിഞ്ഞിരിക്കാൻ ചോദിച്ചെന്നുള്ളൂ. അമ്മ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കണം. അപ്പോൾ എങ്ങനെ ആവണി? അമ്മക്കുള്ള ഭക്ഷണം അകത്തടുക്കളയെന്നാണോ അതോ പുറത്തടുക്കളയെന്നാണോ? അത് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്തോളാം. അമ്മ വാ അമ്മ. അങ്ങനെ പോയാലെങ്ങനെ? മറുപടി പറഞ്ഞിട്ട് പോ. അയ്യോ, അമ്മ പേടിച്ചു പോയോ? ഇവളെന്നെ എപ്പോഴും ഇവിടെ വരട്ടും. പിന്നെ അമ്മ നിൽക്കുമ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി മോഹന. അമ്മ ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? ഞാൻ എൻ്റെ ആവണിന് പൊന്നു പോലെയല്ലേ നോക്കുന്ന ഇവിടെ, അല്ലേ ആവണി? അത് ഞാനും ദാസേട്ടനും എപ്പോഴും പറയും. അയ്യോ, ആണോ? കേട്ടോ ആവണി, അമ്മ അച്ഛൻ എപ്പോഴും പറയൂന്ന്. അമ്മ വന്നേ. എടി, നിനക്ക് ഒരു ദിവസമെങ്കിലും അമ്മയോട് പോയി നിന്നൂടെ? നിങ്ങൾ എന്തിനാ ഇടക്കിടക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഒറ്റയ്ക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ. പോരാത്തതിന് ഞാൻ ഗർഭിണി. യാത്ര ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? എന്ത് പറ്റിയമ്മ? ഒന്നുമില്ല മോനെ. നിങ്ങൾ തമ്മിൽ എന്താ വഴക്കാണോ? ഒന്നുമില്ല, വഴക്കൊന്നുമില്ല. ചുമ്മാ പറയാമ്മ, വഴക്ക് തന്നെയാ. എന്തിനാ മോളെ? എനിക്ക് ഇവിടുത്തെ യശോദമ്മയെ കാണണമെന്നൊരാഗ്രഹം. അപ്പൊ പ്രകാശേട്ടൻ പറയാ ഗർഭിണിയല്ലേ, സൂക്ഷിക്കണമെന്ന് എന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. അത് മോളുടെ നല്ലതിന് വേണ്ടിയല്ലേ? സുധ ചേച്ചി വാ. അമ്മയെ സുധ ചേച്ചിക്ക് അറിയില്ലല്ലേ? സുധ ചേച്ചി ഇവിടുത്തെ കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ മാളു?
കേസോ? എന്ത് കേസ്? എന്താ മാളു? അറിയില്ല അമ്മമ്മ. ഏയ് അതൊന്നുമില്ല അമ്മേ. സുധ ചേച്ചി, ഇത് ഏട്ടത്തിയുടെ അമ്മ. അമ്മേ, ഇത് സുധ ചേച്ചി, ഏട്ടത്തിയുടെ ഫ്രണ്ടാ. സുധ, എന്ത് കേസാ നോക്കുന്നത്? കേസോ? എന്ത് കേസ്? അല്ല മോളെ, അഞ്ചു പറഞ്ഞ് ഇവിടുത്തെ കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സുധയാന്ന്. അമ്മയൊന്ന് അകത്തോട്ട് പോയേ. ചുമ്മാ ഇവള് പറയുന്ന ഏറ്റുപിടിക്കാതെ. പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. ഒന്നാമത്തെ കാലിനൊന്നും വയ്യാത്തതാ. മാളു, അമ്മയെ കൂട്ടി അകത്ത് പോയിരിക്കും. ചെല്ല്. വാ അമ്മമ്മ. കാലം കൊണ്ടല്ലേ എല്ലാവരും സംസാരിക്കുന്നു. ഡിവോഴ്സ് കേസിന്റെ വക്കീലിനെ അറേഞ്ച് ചെയ്യുന്നത് സുധ ചേച്ചി എന്ന് പറയട്ടെ, അല്ലെങ്കിൽ വേണ്ട. സുധ ചേച്ചിയുടെ ഹസ്ബൻഡാണ് മോഹനേട്ടന്റെ വക്കീൽ എന്ന് പറയാം. എടി, നിനക്ക് എന്തിന്റെ കേടാണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ തിരിച്ചു ചെയ്യാം. ചേച്ചി എന്താ വന്നത്? നീ വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നാ ഞാനും കൂടി വരട്ടെ ചേച്ചി? എന്തിന്? ചുമ്മാ. വന്നേ ആവണി. എന്തോ കുത്തിത്തിരിപ്പും കൊണ്ട് വന്നതാ. പിന്നെ അവരാണല്ലോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേ. അല്ല ഞാൻ പിന്നെ അല്ലാതെ ഓണെ തന്നെ നിങ്ങൾക്ക് എന്താ? എന്ത് കഷ്ടമാണിത്. ആവണി, അരുന്ധതി എത്തിയിട്ടുണ്ട്. നമുക്ക് നാളെ പോയി കാണേണ്ടി വരുവേ. നാളെയോ? നാളെ ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മ വന്നിട്ടില്ലേ? ഞാൻ എന്ത് പറഞ്ഞു ഇറങ്ങും ചേച്ചി? ഇറങ്ങാൻ പറ്റത്തില്ലെന്നോ? നാളെ 10 മണിക്ക് അവൾ അപ്പോയിന്റ്മെന്റ് തന്നേക്കുന്നേ. ഷാർപ്പ് ടൈമിൽ എത്തിയേ പറ്റുള്ളൂ. ഞാനിപ്പോ എന്ത് പറഞ്ഞു ഇറങ്ങും ചേച്ചി? എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിയേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്താലോ? ചെക്കപ്പിന് പോവാന്ന് പറഞ്ഞു പോവാ. ആ കൊള്ളാം. ഞാൻ എന്ത് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയാലും അമ്മ എൻ്റെ കൂടെ വരും. അവിടെ നമുക്ക് അരുന്ധിയെ പോലെ ഒരു വക്കീല് വേണം. നാളെ അവളെ കാണാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ അവൾ വൈകിട്ട് ഡൽഹിക്ക് പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ടെൻഷൻ ആക്കാതെ ചേച്ചി. അതിന് ടെൻഷനൊന്നും ആവണ്ട. ഞാൻ നമ്മുടെ സാഹചര്യം കൊണ്ട് പറഞ്ഞല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മയോട് കാര്യമെല്ലാം പറഞ്ഞാലോ? ചേച്ചി എന്തേ പറയുന്നത്? ഇതൊക്കെ കൂടെ കേട്ട എൻ്റെ അമ്മ ചങ്കൂട്ടി മരിച്ചു പോവും. അമ്മയോടൊന്നും പറയാൻ പറ്റില്ല. രാവിലെ മുതൽ ആ 5 അങ്ങേരും എന്നെ കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയൊക്കെയോ കൂടെയാണ് ഞാൻ അതിൽ നിന്നൊന്ന് ഊരി വരുന്നത്. അപ്പൊ ഇപ്പൊ എന്തോ വേണ്ടേ? വേറെ വക്കീല നോക്കണോ? അങ്ങനല്ല ചേച്ചി, എന്തായാലും നാളെ കാലത്ത് വാ, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി, ഞാൻ കുട എടുത്തു തരാം. വേണ്ട വേണ്ട, അത് ഇത്ര മതി. അമ്മ കിടക്കാറായില്ലേ? ഞാൻ യശോദാമ്മയുടെ മുറിയിലെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അവിടെ കിടക്കാമല്ലോ, അവിടെ ആരും ഇല്ലല്ലോ. എന്തിന്? ഇവിടെ കിടക്കാലോ. അവക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാ ഇഷ്ടം, അല്ലേ മാളു? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഇവളെന്നോട് പറഞ്ഞതേ ഉള്ളൂ അമ്മൂമ്മ എന്റെ കൂടെ കിടക്കുന്നു, അല്ലേ മാളു? ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. അമ്മയ്ക്ക് ചുമ്മാ ഓരോന്ന് തോന്നുന്നതാ. അതിന് നീ ഇങ്ങനെ വെപ്രാൾപ്പെടുന്ന എന്തിനാ? എടീ, ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല മോളെ. ഇവിടെ എല്ലാവരും നിന്നോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പക്ഷെ നീ ആണെങ്കിൽ എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലും. അതെന്താടി കാര്യം? ഒരു കാര്യമില്ല. അമ്മ കിടന്നോ? ഞാൻ കിടന്നോളാം, നീ വയ്ക്കോ. ഞാനെവിടെ പോവാൻ? എവിടെ പോവാനെന്നോ? നീ മോഹന്റെ റൂമിലല്ലേ കിടക്കുന്നത്? അങ്ങോട്ടേക്ക് പൊക്കോളാൻ. പോയി കിടക്കുവച്ചേ. ആ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? വാ, കിടക്കണ്ടേ? എന്റെ മോഹന, നിന്നെ സമ്മതിക്കണം. എങ്ങനെയാടാ നീ ഇവിടെ സഹിക്കുന്നത്? ഹേയ്, ഇഷ്ടമുള്ളവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു കുറുമ്പായിട്ടേ എനിക്ക് തോന്നുള്ളൂ, അല്ലേ ആവണി? ഞങ്ങളെന്നാ കിടക്കട്ടമ്മ, രാവിലെ ഓഫീസിൽ പോകാനുള്ളതാണേ. ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നറിയോ? പോയി കിടക്കടി. അമ്മ പറഞ്ഞ കേട്ടില്ലേ? വാ കിടക്ക, വാ ആവണി.
തനിക്ക് നാണം ഉണ്ടോടോ? ഇല്ല. എന്താ അവന്? ആ നാണം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കൂട്ടുകിടക്കാൻ വിളിച്ചിരിക്കുന്നു. ഞാൻ വിളിച്ചോടെ നീ വന്നെന്തിനാ? നിനക്ക് നിന്റെ അമ്മേനോട് പറയാൻ പാടില്ലേ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്ന്? അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ രണ്ട് മുറിയിലാണ് കിടക്കണം കൂടെ പറ. അതോ ഇനി ഞാൻ പറയണോ? നിങ്ങൾ വെറുതെ മനുഷ്യരെ പ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവണേ. നീ നിന്റെ അമ്മയോട് സത്യം പറയാൻ പറ്റാതെ ഇങ്ങനെ ചക്രശ്വാസം വലിക്കുന്നത് എനിക്ക് കാണണം. താൻ പോയി കിടന്ന് ഉറങ്ങിയേ. നീ വരുന്നില്ലേ? എന്താ ഒരു സുഖം. ആവണി, ആവണി മോളെ, നീ എന്താ ഇവിടെ വന്ന് കിടന്നത്? അമ്മ അത് മോഹന, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലേ കിടക്കാൻ പോയത്. അത് ഞാൻ കണ്ടതല്ലേ. പിന്നെ നീ എങ്ങനെയാടി ഇവിടെ വന്ന് കിടന്നത്? അത് അമ്മ മേലെ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് ഇവിടെ വന്ന് കിടന്നതാ. ഏത് ആ AC ഉള്ള റൂമിലാ? ചൂടാ. ആവണി, വെറുതെ കള്ളം പറഞ്ഞ് നീ രക്ഷപ്പെടാൻ നോക്കണ്ട. സത്യം പറ, എന്താ നീ ഇവിടെ വന്ന് കിടക്കാൻ കാര്യം? അമ്മ, അതൊന്നുമല്ല. സത്യം ഞാൻ പറയാം. ഞാൻ ഇന്നലെ അമ്മയോട് ചോദിച്ചില്ലേ, രാത്രി ഇറങ്ങി നടക്കുന്ന സ്വഭാവം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന്? ഇതാണ് കാര്യം. രാത്രി ഇറങ്ങി നടക്കുന്ന സ്വഭാവം അത് നിനക്ക് എപ്പോ തുടങ്ങി? ആ, ഇങ്ങനെ പല പുതിയ സ്വഭാവങ്ങൾ ഇവൾക്കുണ്ട്. ഇങ്ങനെ പലതും പറയും. അമ്മയൊന്നും കാര്യാക്കണ്ട. മോഹന, ഇവളെന്താടാ ഇങ്ങനെ? എനിക്കറിയില്ലമ്മേ, ഇവളിപ്പോ ഇങ്ങനെയാണ്. അത് കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആവണി, നീ എവിടെ പോവാ? ചോദിച്ചു കേട്ടില്ലേ ആവണി? നീ എവിടെ പോവാന്ന്? അമ്മ, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. ആരെ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആ, ഏട്ടത്തി ഇറങ്ങിയോ? നിന്നോട് ഇവള് പറഞ്ഞോ എവിടെ പോവാന്ന്? ഇല്ല, സുധ ചേച്ചി ഏട്ടത്തിയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാ. ചോദിച്ചാ പറയാറില്ല, അതുകൊണ്ട് ചോദിക്കാറുമില്ല. സുധേ, നിങ്ങൾ എവിടെ പോവാ? എന്തു പറ്റിയമ്മ? മോനോട് പറഞ്ഞിട്ടാണോ ആവണി പോകുന്നത്? എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത് പറഞ്ഞ അത് കള്ളമായിപ്പോ. എനിക്ക് അമ്മയോട് കള്ളം പറയാൻ പറ്റുമൊന്നുമില്ല. ആവണി, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അമ്മ, എവിടെയാ പോകുന്നതെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വന്നിട്ട് പറയാം. ചേച്ചി വാ പോവാം. ചേച്ചി വണ്ടി എടുക്ക്. എടി, ഹേയ്, അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട. എനിക്കിതൊക്കെ ശീലമായി. പാവം മോഹനേട്ടൻ
ആരോടും ഒരു പരാതിയും ഇല്ല, പരിഭവവും ഇല്ല. എല്ലാം അങ്ങ് സഹിക്കും. അമ്മമ്മ അമ്മമ്മ എന്താ എന്നെ വിളിക്കാഞ്ഞേ? ഞാൻ ഫുഡ് എടുത്തു തരുമായിരുന്നല്ലോ. അതൊന്നും സാരമില്ല, നീ ഇങ്ങോട്ടിരുന്നേ. എന്താ അമ്മമ്മ? നീ ഇരിക്കേ, പറയാം. നിന്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാളു നിന്നോടാ ചോദിച്ചേ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അമ്മമ്മ, അവര് തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല. എന്താണ് മാളു അമ്മമ്മയോട് ഇങ്ങനെ കള്ളം പറയുന്നേ? ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ പ്രശ്നമുണ്ടമ്മ. എന്ത് പ്രശ്നം? എന്താണ് പ്രശ്നം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടമ്മ. അമ്മ രാവിലെ കണ്ടതേ എനിക്കും അറിയും. ഏട്ടത്തി ഇതുപോലെ രാവിലെ എവിടേക്കോ അങ്ങ് പോവും. പക്ഷെ ഏട്ടനോട് പറയില്ല. അമ്മ ചോദിച്ചിട്ട് അമ്മയോട് പോലും പറഞ്ഞില്ലല്ലോ. പാവ ഏട്ടൻ. ഇതിന്റെ പേരിൽ ഒരു വഴക്കോ ബഹളോ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ചങ്ങ് നടക്കുവോ. എന്നിട്ട് ഇതൊന്നും ആരും എന്നോട് തന്നെ പറയാതിരുന്നേ? പറയാൻ അതിനെല്ലാവർക്കും പേടിയല്ലേ. ആരെ? ഏട്ടത്തിയെ, അല്ലാതാരെ? ദേ ഇവളോട് ചോദിക്ക്, ഇവക്കറിയല്ല. അതല്ലേ ഇവള് മിണ്ടാതിരിക്കുന്നേ. രാവിലെ വന്ന സുധച്ചേച്ചിയില്ലേ, അവരാ ഇവിടുത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഏട്ടത്തി അവരുടെ കൂടെ കൂടി എങ്ങനെയായത്? അമ്മ ചോദിച്ചോണ്ടാ ഞാനിതൊക്കെ പറഞ്ഞത്, അല്ലേ ഞാൻ പറയില്ലായിരുന്നു. അമ്മമ്മ നീ ഇനി കൂടുതലൊന്നും പറയണ്ട. അവളെ വരട്ടെ, ഞാൻ ചോദിച്ചോളാം. തിരിച്ചു ചെല്ലുമ്പോൾ അമ്മയോട് എന്തു പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. അത് പിന്നത്തെ കാര്യമല്ലേ, ആദ്യം ഇത് കഴിയട്ടെ. ഈ അരുന്ധതി മാഡം എങ്ങനെയാ ആള്? നല്ല ദേഷ്യക്കാരിയാ. പുള്ളിക്കാരിയാണ് കോടതിയിലെന്ന് അറിയുമ്പോൾ തന്നെ എതിർഭാഗം വക്കലിന് നല്ല പേടിയാ. ഇതുകൊണ്ട് വരുന്നു അതായിരുന്നത്.